നമസ്കാരം. കരമന അജിത്ത്. ഞാനിപ്പോൾ നെടുങ്കാട് വാർഡിലെ കൗൺസിലറാണ്. കഴിഞ്ഞ പ്രാവശ്യം, അത് 2020 25 വരെ ഞാൻ നെടുങ്കാട് വാർഡിലെ കൗൺസിലറായിരുന്നു. അതിന് തൊട്ടു മുമ്പ് 2015 മുതൽ 2020 വരെ കരമന വാർഡിനെ പ്രതിനിധീകരിച്ച് കൗൺസിലറായിരുന്നു. ഒരു ദശാബ്ദം, അതായത് 10 വർഷമായി കൗൺസിലർ ജനപ്രതിനിധി പാർലമെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ആരാധ്യനായ നരേന്ദ്രമോദിജി ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരൊറ്റ കാര്യമാണ്, വികസിത ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം. ആ വികസിത ഭാരതത്തിന് വേണ്ടി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നരേന്ദ്രമോദി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക്, ആ പാർട്ടിയുടെ ലീഡർ എന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി വികസിത ഭാരതം എന്ന സങ്കല്പവുമായി ഈ രാഷ്ട്രം മുഴുവൻ വികസിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പാർട്ടിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ജിയുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വികസിത കേരളം എന്നുള്ളതാണ്. 9-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയിൽ താമരകൾ നിരവധി വിരിയുമെന്നും ഈ തിരുവനന്തപുരത്തിന്റെ നഗരസഭയുടെ അധികാരം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിലേക്ക് സുരക്ഷിതമായി നിലനിൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.